ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വന്നിരിക്കുന്ന ആളുകളുടെയൊക്കെ ചിത്രം മാത്രമാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ റഷീദ് സാറിൻ്റെ സംസാരത്തിനിടയിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചു പോകുന്നു എന്നത്. ഒരു യുദ്ധം തൊട്ടടുത്ത് നിൽക്കുന്നു. കുറേ കാലമായി, ഏതാണ്ട് 6 മാസത്തിനടുത്തായി ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ മേൽ വന്ന് വീണുകൊണ്ടിരിക്കുന്ന ബോംബിൻ്റെ കഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ്, വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ വളരെ വലിയൊരു ഒരു മാതൃകാ രാജ്യമായ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, പലപ്പോഴും രാഷ്ട്രീയത്തിനപ്പുറത്ത് നടക്കുന്ന കളികളൊക്കെ നമ്മൾ കാണുന്നു. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറേ വർഗീയമായ പ്രചരണങ്ങൾ കാണുന്നു. ഇങ്ങനെ ഒരു അസ്വസ്ഥത എപ്പോഴും നമ്മയൊക്കെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ വലിയ പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ ഈസ്റ്റർ ആഘോഷിച്ച് കടന്നുപോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനത്തിലൂടെ അടുത്ത ഒരു വർഷം എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച്, സൂക്ഷ്മതയോടെ എങ്ങനെ ജീവിക്കണം എന്നതിന് ഒരു പരിശീലനം നേടി, അല്ലെങ്കിൽ നമുക്കിതൊക്കെ സാധ്യമാണ് എന്ന് നമ്മൾ സ്വയം ഒന്ന് ബോധ്യപ്പെട്ട ഒരു കാലം കടന്നുപോയി. സമ്പൽ സമൃദ്ധമായ ഒരു ലോകത്തിൻ്റെ പ്രതീക്ഷയുമായിട്ട് വിഷു കടന്നു വന്നു. അതിൻ്റെ ആ ഒരു അലയൊലികൾ കഴിഞ്ഞിട്ടില്ല നമ്മുടെ മുമ്പിൽ. എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ ദിനങ്ങൾ, ആളുകൾ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. എപ്പോഴും ഓരോ സങ്കീർണതകളും ഇങ്ങനെ കടന്നു വരുമ്പോഴും അതിനെ തുടർന്ന് പ്രതീക്ഷയുടെ ദിനങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ആഘോഷങ്ങൾ ഒക്കെ അതിനെ തുടർന്ന് വരികയും ആളുകൾ അതിൻ്റെ ഭാഗമാവുകയും അത് ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു തുടർച്ച, ഒരു താളം, നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു താളം നമുക്ക് എപ്പോഴും കാണാനാവും. ഇപ്പോൾ വെക്കേഷൻ കാലമാണ്. സിജി ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 50ഓളം ക്യാമ്പുകളാണ് സിജി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി ഏതാണ്ട് 150-നടുത്ത് RPമാർ, റിസോഴ്സ് പേഴ്സൺസ് നിരന്തരമായി അതിൻ്റെ പരിശ്രമത്തിലാണുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മടുപ്പിക്കുന്ന ഒരു 10 മാസക്കാലം കടന്നതിന് ശേഷം അവരുടെ ആഘോഷത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും എല്ലാ സങ്കീർണതകളുടെയും നടുവിൽ നമുക്ക് പ്രതീക്ഷകളുടെ ദിനങ്ങളാണ് കടന്നു പോകുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മളിപ്പോൾ ഋതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഋതമുണ്ട്. നമുക്ക് പ്രകൃതിയിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു താളമുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ അത്തരം ചില സംഗതികളെക്കുറിച്ച് വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചു പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഓർമ്മയിലൂടെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് വളരെ മനോഹരമായൊരു സംഗതിയാകും എന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇപ്പോൾ നമ്മൾ പ്രകൃതിയിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ രാപകലുകൾ മാറി വരുന്നിടത്ത്, അല്ലെങ്കിൽ ഋതുക്കൾ മാറി വരുന്നിടത്ത് ഒക്കെ നമുക്ക് കാണാം മനോഹരമായ ഒരു താളം നമുക്ക് കാണാൻ പറ്റും. ഈ പ്രകൃതിയിലെ വലിയ സംവിധാനങ്ങളിലൊക്കെയും നമുക്ക് അത്തരം ഒരു താളം കണ്ടെത്താൻ കഴിയും. നമുക്കറിയാമല്ലോ, നമുക്ക് ഈ ആകാശഗോളങ്ങളുടെ നിലനിൽപ്പിൽ, അതിൻ്റെ യാത്രയിൽ ഒക്കെയും ഈ ഒരു താളം നിലനിർത്തിയിട്ടുണ്ട് അതിൻ്റെ സംവിധായകൻ. അതിൻ്റെ മനോഹരമായ ഒരു താളം നിലനിർത്തിയിട്ടുണ്ട്. ആ താളത്തിന് എപ്പോഴെങ്കിലും ഒരു കോട്ടം സംഭവിക്കുമ്പോഴാണ് ഇതൊക്കെ കൂട്ടിയിടിച്ച് തകർന്നു പോകുന്ന ഒരു അവസാനമുണ്ടാവുക എന്നും നമുക്കറിയാം. ഇത് ലോകത്തിൻ്റെ സംവിധായകൻ്റെ കൃത്യമായ ഒരു പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ദിനേന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്ന മറ്റ് സംവിധാനങ്ങൾക്ക് കൂടി സഹായകമാകുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. ബീജമായി, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഗർഭാവസ്ഥയിൽ, പിന്നെ പ്രസവം, പിന്നെ ഈ ശൈശവ ബാല്യങ്ങൾ, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നൊക്കെ പറയുന്ന ഒരു ക്രമം എപ്പോഴും നമുക്ക്, ഒരു താളം നമുക്ക് എപ്പോഴും കണ്ടെത്താൻ കഴിയും. അതിൽ ഈ ക്രമം നഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ, ഈ ക്രമത്തിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് അതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ക്രമം നഷ്ടപ്പെടുന്നിടത്താണ് അക്രമമായി മാറുന്നത്. ഈ ക്രമത്തോടൊപ്പം നമ്മൾ ജീവിക്കുന്നതിന് മനുഷ്യൻ തയ്യാറാകാതെ വരുമ്പോൾ അത് അക്രമമായി മാറുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മറ്റ് ജീവജാലങ്ങളുടെയൊക്കെ അവസ്ഥ നമുക്കറിയുന്ന ഒരു സംഗതിയാണ്. മറ്റ് ജീവജാലങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതിയിൽ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്രമത്തോടൊപ്പം പോവുക എന്നതല്ലാത്ത
ഒരു നിർവാഹവുമില്ല എന്നാണ് കാര്യം. അവയൊക്കെ അതിനപ്പുറത്തേക്ക് കടന്നു പോകാമെന്ന് കരുതിയാൽ, അല്ലെങ്കിൽ അവയുടെ ഇടപെടലിലൂടെ പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താം എന്ന് വിചാരിച്ചാൽ, അത് നന്മയാവട്ടെ തിന്മയാവട്ടെ, അങ്ങനെ ഒരു വിചാരമുണ്ടായാൽ അതിനുവേണ്ടി ഒരു ശ്രമം നടത്താൻ പോലും കഴിയാത്ത വിധത്തിൽ വളരെ കൃത്യമായ ഒരു പാതയിലൂടെ ഈ താളത്തിനൊപ്പിച്ച് പോവുക എന്നത് മാത്രമാണ് ഈ മറ്റ് ജീവജാലങ്ങൾ കഴിയുക. പക്ഷേ അവിടെ ഇടപെടാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അതിനുവേണ്ടി സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന വളരെ മനോഹരമായ ബ്രെയിൻ എന്ന വളരെ വലിയ ഒരു സംവിധാനം നൽകപ്പെട്ട ജീവി മനുഷ്യനാണ്. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഒക്കെ അറിയാമായിരിക്കെ തന്നെ ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ ചിന്തയും, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇത് കടന്നു പോകുന്നത്, ഞാനതിൻ്റെ ഭാഗമാവുന്നത് എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാതെ പലപ്പോഴും മനുഷ്യന് കടന്നു പോകുന്നിടത്താണ് ഇത്തരം ഒരു ടോപ്പിക്ക്, ഒരു റിതം ഓഫ് ലൈഫ് എന്ന ഒരു ടോപ്പിക്ക് ചർച്ചയാവുന്നത്. അതായത് മനുഷ്യന് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അളവ്, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്, പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൻ്റെ അളവ് എവിടെ വരെ എന്ന് നമുക്കറിയില്ല. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും, പക്ഷേ എവിടെ വരെയാണത് ചെയ്യാൻ കഴിയുക എന്നോ അതിൻ്റെ അവസാനം എന്താകും എന്നോ നമുക്കറിയില്ല. അത് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ ഈ ക്രമത്തിൻ്റെ ഭാഗമായി മുമ്പോട്ട് പോവുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. പക്ഷേ ആ ക്രമവും ഈ ചെറിയൊരു അപ്പോൾ അങ്ങനെയാകുമ്പോൾ ക്രമവും അത് താളം തെറ്റുന്ന അക്രമവും തമ്മിൽ ഒരു ചെറിയ നേർരേഖ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് എവിടെ വെച്ച് അവസാനിക്കുന്നു എന്നോ എവിടെ ഈ താളം തെറ്റൽ തുടങ്ങുന്നു എന്നോ നമുക്ക് മനസ്സിലാവില്ല എന്നതാണ് അതിനകത്തൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ്. നമ്മളിതൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നുള്ള നമ്മുടെ വ്യത്യാസം അത് വളരെ വിശദീകരിച്ച് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ കാര്യങ്ങൾ അറിയുന്ന ആളുകളാണ്. അതായത് മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്നത് എല്ലാം തികഞ്ഞ പൂർണ്ണമായ ഒരു ജീവിയായിട്ടല്ല. അതായത് അവന് മറ്റ് ജീവജാലങ്ങൾ അവയ്ക്ക് ലഭിക്കുന്ന ഇൻസ്റ്റിങ്ക്റ്റിലൂടെ അവയ്ക്ക് ലഭിക്കുന്ന അവയുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ആ ഒരു നിർദ്ദേശങ്ങളിലൂടെ അവ കൃത്യമായി മുമ്പോട്ട് പോകുമ്പോൾ ഭൂമിയിലേക്ക് പിറന്നു വീണ ഉടനെ തന്നെ, അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സ്വയം അവയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവയ്ക്ക് നേടിയെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്സഹായനായി, നിസ്സാരനായി, വളരെ ഒന്നിനും കഴിയാത്തവനായി ഭൂമിയിലേക്ക് വരിക. ഇവിടെ ഒരു ഡിപ്പെൻഡൻസിൻ്റെ കാലമുണ്ട് എല്ലാ കാര്യത്തിലും. അതായത് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലുമൊക്കെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു കാലമുണ്ട് മനുഷ്യന്. ആ കാലം ഇങ്ങനെ കടന്നു പോകുമ്പോൾ നീന്തൽ, പതുക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു, പതുക്കെ നടന്നു തുടങ്ങുന്നു, അങ്ങനെ ഓരോ കാലത്തും അതിൻ്റെ ഓരോ നിമിഷങ്ങളിലും അവന് ആരുടെയെങ്കിലുമൊക്കെ ആശ്രയം ആവശ്യമായി വരും. ഒരു ഡിപ്പെൻഡൻസിൻ്റെ കാലം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു വളർച്ചയിൽ അവൻ്റെ മുമ്പിൽ 3 സാധ്യതകളാണ് ഉണ്ടാവുക. 3 സാധ്യതകൾ. ഒന്ന്, ഈ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു തികഞ്ഞ ബോധ്യത്തോടു കൂടി വളരാം. ജീവിതത്തെക്കുറിച്ചുള്ള ഒരു തികഞ്ഞ ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഭൂമിയിൽ ഒന്നിനും കഴിയാത്തവനായി ഭൂമിയിലേക്ക് വരുന്ന മനുഷ്യൻ, അവന് നൽകപ്പെട്ടിരിക്കുന്ന ബ്രെയിൻ എന്ന ആ ഒരു മഹാസംവിധാനത്തിലൂടെ അവൻ ലോകത്തെ നിരീക്ഷിച്ച് അവനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ, അവനെ വളർത്തി വലുതാക്കുന്ന ആളുകളെയൊക്കെ പഠിച്ചും കണ്ടും അവനറിയാതെ അവൻ നേടിയെടുക്കുന്ന ഒരു വളർച്ചയുണ്ട്. അവിടെ ലോകത്തെക്കുറിച്ചുള്ള ഈ ക്രമം നിലനിർത്താൻ ആവശ്യമായി, താളം നിലനിർത്താൻ ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവന് ഒരു തികഞ്ഞ ബോധ്യത്തോടു കൂടി വളരാൻ പറ്റും. അതല്ലെങ്കിൽ പ്രത്യേകമായി ഒന്നും ചിന്തിക്കാതെ ഒരു ഒഴുക്കിനൊത്ത് നീങ്ങാൻ പറ്റും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ സഹജീവികളായ മനുഷ്യരെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ ഒരു രണ്ടാമത്തെ കാറ്റഗറിയിലാണ് കൂടുതൽ ആളുകളും പെടുക എന്നാണ്. കാരണം ഇങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നു, എങ്ങനെയോ ജീവിക്കുന്നു, എങ്ങനെയോ കടന്നു പോകുന്നു എന്ന ഒരു മിനിമം പദ്ധതിയുടെ ഭാഗമായി കടന്നു പോവുകയാണ് കൂടുതൽ ആളുകളും. ഇനി മൂന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് തന്നെയും അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്ന ആളുകളുടെയും ഒക്കെ സമാധാനം കളയുന്ന, അല്ലെങ്കിൽ സമാധാനം കളയുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഈ താളം,
ഈ ഋതം, ഈ ക്രമം നഷ്ടപ്പെടുന്ന തരത്തിൽ വേണമെങ്കിൽ ജീവിക്കാം. അതായത് ഒന്നുകിൽ ഇതിൻ്റെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാം, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ചിന്തയുമില്ലാതെ ഇങ്ങനെ ഒഴുക്കിനൊത്ത് കടന്നു പോകാം. അതുമല്ലെങ്കിൽ ഈ ക്രമത്തെ നഷ്ടപ്പെടുന്ന, ഈ താളം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ തൻ്റെയും തന്നോടൊപ്പമുള്ളവരുടെയും ഈ ലോകത്തിൻ്റെ തന്നെയും സമാധാനം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ജീവിതമാകാം. ഇവിടെ ആ ക്രമം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതാണ് നമ്മൾ അക്രമം എന്ന് പറയുക. അക്രമമാണത്. ഇത് പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ്, ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമുക്ക് വളരാൻ കഴിയുന്നിടത്ത്, അല്ലെങ്കിൽ കുട്ടിയെ വളർത്താൻ കഴിയുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഇവൻ ഈ താളത്തിനൊപ്പിച്ച് മുമ്പോട്ട് പോകുമോ, ജീവിതത്തിൻ്റെ താളത്തിനൊത്ത് അല്ലെങ്കിൽ ലോകത്തിൻ്റെ താളത്തിനൊത്ത് ഇവൻ മുമ്പോട്ട് പോകുമോ എന്നുള്ള തീരുമാനം കടന്നു വരും. കാരണം ഭൂമിയിലേക്ക് വരുന്ന കുട്ടിക്ക് പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല. ഭൂമിയിലേക്ക് വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവന് നൽകപ്പെട്ടിരിക്കുന്ന മഹത്തായ ഒരു അനുഗ്രഹമുണ്ട്. ഈ ബ്രെയിൻ എന്ന് പറയുന്നൊരു മഹത്തായ അനുഗ്രഹമുണ്ട്. പക്ഷേ അവൻ്റേതായ തീരുമാനങ്ങളൊന്നുമില്ല. ഈ പാരമ്പര്യ ഘടകങ്ങൾ, അതായത് ട്രഡീഷനായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് അവൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം സ്വീകരിക്കാൻ ആവശ്യമായ ഒരു ശുദ്ധ പ്രകൃതിയാണ് തലച്ചോറിനുള്ളത്. ആ ശുദ്ധ പ്രകൃതിയിലാണ് കുഞ്ഞു ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ ചുറ്റുപാടുകൾക്കനുസരിച്ച് അവൻ്റെ അറിവുകളിൽ അനുഭവങ്ങളിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഈ അറിവുകളും അനുഭവങ്ങളുമൊക്കെ അവനെ വളർത്തുകയാണോ അതോ തളർത്തുകയാണോ എന്ന് യഥാർത്ഥത്തിൽ കുട്ടിക്കറിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് കുഞ്ഞിനറിയില്ല. അതായത് അടിസ്ഥാനപരമായി ഒരു കുട്ടി അവൻ്റെ ജീവിത നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ ആ കുട്ടിക്ക് സ്വന്തമായി തീരുമാനങ്ങളൊന്നുമില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. ഇത് പലപ്പോഴും യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാവരെയും സംബന്ധിച്ചത്, അതായത് മക്കളെ വളർത്തുന്ന, ദാമ്പത്യത്തിൻ്റെ ഭാഗമാകുന്ന, എല്ലാവരും വിവാഹം കഴിച്ചതുപോലെ വിവാഹം കഴിക്കുകയും എല്ലാവർക്കും മക്കളുണ്ടായതുപോലെ മക്കളുണ്ടാവുകയും എല്ലാവരും മക്കളെ വളർത്തുന്ന പോലെ മക്കളെ വളർത്തുകയും ചെയ്യുമ്പോൾ പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു കാര്യം, അവൻ്റെ ജീവിത നിലപാടുകൾ സ്വീകരിച്ച് വളരുന്നിടത്ത്, അല്ലെങ്കിൽ പിന്നെയുള്ള ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് അവൻ തയ്യാറാക്കുന്ന അവൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഈ ബുദ്ധി വളർച്ചയുടെ ആ അടിസ്ഥാനപരമായ കാലഘട്ടത്തിൽ അവൻ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ യഥാർത്ഥത്തിൽ അവന് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ്. കാരണം അവൻ ചുറ്റുപാട് നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് അവൻ്റെ തീരുമാനങ്ങളുടെ ഭാഗമാകുന്നത്. എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ തീരുമാനം യഥാർത്ഥത്തിൽ അവനെടുക്കുന്നത് അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഏറ്റവും ചുരുക്കി പറയാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന അറിവുകൾ ജീവിതത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു സംസ്കരണം ആവശ്യമുണ്ട്. ഈ അറിവ് എന്ന് പറയുന്നത് നമുക്കറിയാം, പുതിയ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അറിവ് എവിടെ വേണമെങ്കിലും ലഭിക്കുന്ന, എത്ര വേണമെങ്കിലും ലഭിക്കുന്ന, ആർക്ക് വേണമെങ്കിലും ലഭിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ അറിവുകൾ ഇങ്ങനെ നിരന്തരമായി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈയിടെ ഒരു 9ാം ക്ലാസ്സുകാരനുമായി സംസാരിച്ചപ്പോൾ, അതായത് അവൻ നിരന്തരമായി നെറ്റിൻ്റെ ഭാഗമായി ഇങ്ങനെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അതായത് ഒരു കുഴപ്പമെന്ന നിലയിലല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് വല്ലാത്തൊരു അന്വേഷണ ത്വരയുണ്ട്. അപ്പോൾ ഈ അന്വേഷണ ത്വരയുടെ ഭാഗമായി അവൻ പുതിയ അറിവുകൾ അവനിങ്ങനെ ഓരോ നിമിഷവും നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അറിവുകൾ പലപ്പോഴും ഭാഗികമായ അറിവുകളായതുകൊണ്ടോ, അല്ലെങ്കിൽ ഈ അറിവുകളിൽ നിന്ന് അവന് കൃത്യമായ അവൻ്റെ ജീവിതത്തെ മുമ്പോട്ട് ശരിയായ രീതിയിൽ മുമ്പോട്ട് നയിക്കുന്നതിനുള്ള ഒരു റിസൾട്ട് കിട്ടാത്തത് കൊണ്ടോ പലപ്പോഴും അവൻ ചില സംശയങ്ങൾ അവന് ഉടലെടുക്കുന്നുണ്ട്. സംശയങ്ങൾ ഉടലെടുക്കുക എന്ന് പറയുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് അവനുമായി സംവദിച്ചപ്പോൾ അവനോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിനക്കുള്ളതൊക്കെ ഇൻഫർമേഷനാണ്.
ഇപ്പോൾ നിനക്കുള്ളതൊക്കെ ഇൻഫർമേഷനാണ്. അതായത് നീ ഗൂഗിളിലും ചാറ്റ് GPT-യിലും യൂട്യൂബിലുമൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് കിട്ടുന്നതൊക്കെ ഇൻഫർമേഷനാണ്. ഇത് ജീവിതാനുഭവങ്ങളിലൂടെ ഇങ്ങനെ കാച്ചിക്കുറുക്കി എടുക്കുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു അറിവായി മാറുക. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു അസംസ്കൃത വസ്തുവിൽ നിന്ന് ഒരു സംസ്കരിക്കപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ട്. ഈ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നു എന്ന ഒരു ഒരു ഉറപ്പാക്കലിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്കാണ്. കാരണം ഈ സംസ്കരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ഈ റോ മെറ്റീരിയലിനെ സംസ്കരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജീവിതത്തിനാവശ്യമായി ഈ ഭൂമിയിലെ സമാധാനം നിലനിർത്താൻ കഴിയുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ലോകത്തിൻ്റെ താളം നിലനിർത്തുന്ന തരത്തിലുള്ള ഒരു ജീവിതക്രമം പരിശീലിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കേണ്ടത്. അത് നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സംവിധാനത്തിൻ്റെ പേരാണ് കുടുംബം. ഞാൻ പറഞ്ഞത് വ്യക്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആ താളക്രമം ഉറപ്പാക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പ്രകൃതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിൽ സൃഷ്ടാവ് സംവിധാനിച്ചിരിക്കുന്ന ഈ താളക്രമം നിലനിർത്താൻ ആവശ്യമായ ഒരു ബോധ്യം, ആ ബോധ്യത്തിൽ വളരുന്ന ഒരു കുട്ടി, അതിലൂടെ അവൻ കുടുംബം എന്ന സംവിധാനത്തിലൂടെ വളർന്ന് വലുതായി അവൻ്റെ ലോകത്തേക്ക് ചിറകടിച്ച് പറന്നു പോകുമ്പോൾ അവൻ ഈ ഭൂമിയുടെ, ഈ ലോകത്തിൻ്റെ താളക്രമം, ഈ ഋതം നിലനിർത്തുന്നവനാണ് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന പരിശീലകരാരായിരിക്കും? ട്രെയിനേഴ്സ് ആരാണ്? അവർ ഏറ്റവും ഒന്നാമത്തെ ഉത്തരവാദിത്വത്തിലുള്ളത് പാരൻസാണ്. ആ ഉത്തരവാദിത്വം ഒരുപക്ഷെ മനസ്സിലാക്കപ്പെടുന്നതിനും അപ്പുറത്തുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ്. ഈ ഒരു തിരിച്ചറിവ് ഒരിക്കലും മാതാപിതാക്കൾക്കോ കുട്ടിക്കോ ഒന്നും ഉണ്ടാകുന്നില്ല. മാതാപിതാക്കൾക്കില്ല, കുട്ടിക്ക് എന്തായാലും ഉണ്ടാവില്ലല്ലോ. പക്ഷേ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഈ ചുറ്റുപാട് നിന്നുകൊണ്ട് ഇവനെ പരിശീലിപ്പിക്കുന്ന ആളുകൾക്കോ അങ്ങനെ ഒരു സംഗതിയില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ദുരന്തം. സംസ്കരണത്തിൻ്റെ ഭാഗമായി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു താളക്രമം നിലനിർത്താൻ പഠിപ്പിച്ചെടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഒരു പുതിയ താളക്രമം ഉണ്ടാക്കാനില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പുതിയ താളക്രമം നമ്മളൊന്ന് പഠിച്ചെടുത്ത് അത് പരിശീലിപ്പിച്ച് അങ്ങനെയൊന്നുമില്ല. ലോകത്തൊരു താളക്രമം ഒരു നിലനിൽക്കുന്നുണ്ട്. ആ നിലവിലുള്ള ആ ഒരു ഋതം അത് നിലനിർത്താൻ കഴിയുന്ന തരത്തിൽ ഒരു കൃത്യമായ സംസ്കരണവും പരിശീലനവും നൽകുക എന്നതാണ് അവിടെ പേരൻസിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ കുടുംബം എന്ന സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് അവിടെ കടന്നു വരുന്നത്. അപ്പോൾ ഇവൻ്റെ ശൈശവ ബാല്യങ്ങളിലെ ഡിപ്പെൻഡൻസിൻ്റെ കാലഘട്ടത്തിൽ ബ്രെയിൻ ഇങ്ങനെ ഓരോ നിമിഷം അനുനിമിഷം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അവൻ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പിന്നീടുള്ള ജീവിതത്തിൻ്റെ ബ്ലൂ പ്രിൻ്റായി അല്ലെങ്കിൽ സ്ക്രിപ്റ്റായി മാറുന്നത്. ആ ഒരു സംഗതി, ആ ഡിപ്പെൻഡൻസിൽ നിന്ന് അടുത്തൊരു ഘട്ടത്തിലേക്ക് അവൻ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ അതായത് ഈ താളക്രമം നിലനിർത്താൻ ആവശ്യമായ ഒരു ശൈലി അവൻ ഈ ഡിപ്പെൻഡൻസിൻ്റെ കാലഘട്ടത്തിൽ പഠിക്കേണ്ടതുണ്ട്. അവിടെ അവൻ പഠിക്കാൻ തയ്യാറാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടി അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ അവൻ അതിന് വിരുദ്ധമായ ചില ശാഠ്യങ്ങളും ചില സംഗതികളുമൊക്കെ കാണിച്ചേക്കാം. ഇത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോവട്ടെ എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഇവൻ ഈ പറഞ്ഞ താളക്രമത്തിനനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് കടന്നു പോവുക, അല്ലെങ്കിൽ ആ തിരിച്ചറിവിലൂടെ അവനെ കടത്തിക്കൊണ്ട് പോവുക എന്നത് കുടുംബം എന്ന സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ അതിനാവശ്യമായ ആ ശൈലിയുടെ പേരാണ് വ്യക്തിത്വം. അതായത് ഈ താളക്രമം നിലനിർത്താൻ ആവശ്യമായ ശൈലിയുടെ പേരാണ് വ്യക്തിത്വം എന്നത്. അത് പ്രകടിപ്പിച്ചു തുടങ്ങുന്നത് പതുക്കെ അവൻ ഈ ഡിപ്പെൻഡൻസിൽ നിന്ന് ഒരു ഇൻഡിപെൻഡൻസിലേക്ക്, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ചുവടുകൾ വെച്ചു തുടങ്ങുന്ന ഒരു കാലത്താണ്. നമുക്കറിയാം, ഒരു 7, 8, 9 ഒക്കെ ഒരു 10 ആ ഒരു പ്രായത്തിലേക്ക് എത്തുന്നതോടുകൂടി അവനൊരു സ്വാതന്ത്ര്യ വാഞ്ച പ്രകടിപ്പിച്ചു തുടങ്ങുന്നുണ്ട്. ഇവന് വളരാനും തളരാനുമുള്ള സാധ്യതകൾ മുമ്പിൽ നിലനിൽക്കുന്നു. ഇവൻ നമ്മളെ ആശ്രയിച്ചിരുന്ന ആ കാലത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ റോൾ മോഡലായി നിന്ന് നമ്മൾ പരിശീലിപ്പിച്ചിട്ടുണ്ട്.
ആ ഒരു പരിശീലനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആ പരിശീലനം പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ആ പരിശീലനമാണ് പാരൻറ്റിങ്. അപ്പോൾ ആ പരിശീലനം നമ്മൾ നൽകിയാൽ, യഥാർത്ഥത്തിൽ തികഞ്ഞ ബോധ്യത്തോടു കൂടി അത് നൽകിയാൽ, നമുക്ക് അതിനുശേഷമുള്ള ഈ ഇൻഡിപെൻഡൻസിൻ്റെ കാലം എത്തുമ്പോഴേക്കും നമുക്ക് ഖേദിക്കേണ്ടി വരില്ല. കാരണം നമുക്കറിയാലോ, നമുക്കിപ്പോൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ പിന്നെ നിരന്തരമായി നമ്മുടെ അടുത്ത് കുട്ടികളുമായി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കൗമാരപ്രായത്തിൽ എത്തുമ്പോഴേക്കും എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വേവലാതി പൂണ്ട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള സങ്കീർണമായ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വളരെ വലിയ പ്രശ്നങ്ങളുമായി കുട്ടികളുമായി കടന്നു വരികയാണ്. പക്ഷെ അപ്പോഴേക്കും ഇത് ഇനിയൊന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവൻ ഇൻഡിപെൻഡൻസ് തുടങ്ങിപ്പോയി, സ്വാതന്ത്ര്യം തുടങ്ങിപ്പോയി. അവിടെ അവന് ഇനിയൊന്നും അവനൊരു തിരിച്ചുപോക്ക് കഴിയില്ല എന്ന് 100% അങ്ങനെയല്ല ഞാൻ പറയുന്നത്. മറിച്ച് പല കുട്ടികളുടെയും കാര്യത്തിൽ അവൻ്റെ ജീവിത നിലപാടുകൾ അവന് ഉറച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞത് അത് നിലനിർത്താനുള്ള, ഇത് പഠിപ്പിച്ചെടുക്കാനുള്ള ഒരു സിസ്റ്റം ആണ് കുടുംബം എന്ന് പറഞ്ഞല്ലോ. അപ്പം കുടുംബത്തെ സംബന്ധിച്ച് അതൊരു സിസ്റ്റം ആകുമ്പോൾ നമുക്കറിയാം, ഒരു സിസ്റ്റം എന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ നാം ഇപ്പോൾ ഒരു സ്ഥാപനം ഒരു ഫാക്ടറി നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീനറി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൽ ചിലപ്പോൾ ഏറ്റവും ചെറിയ ബെയറിങ്ങിലുള്ള ബോൾ ബെയറിങ്ങിലുള്ള ഒരു ചെറിയ അതിനുള്ളിൽ ഉള്ള ഒരു ബോളായിരിക്കും ആ സിസ്റ്റത്തിൻ്റെ സംവിധാനത്തിൻ്റെ മൊത്തത്തിൽ നിലനിൽപ്പിൻ്റെ ഒരു അടിസ്ഥാനം അതായിരിക്കും. എന്ന് പറഞ്ഞാൽ അതാണ് അതിനെ ചലിപ്പിക്കുന്നതെന്നല്ല, മറിച്ച് ആ ഒരു ബോള് അതിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റ് വന്നാലോ മാറിയാലോ ആ സിസ്റ്റം തകർന്നു പോകുന്നുണ്ടെങ്കിൽ, ആ സിസ്റ്റം ഇല്ലാതാവുന്നുണ്ടെങ്കിൽ, അവിടെ ആ സിസ്റ്റം മൊത്തത്തിൽ ഒന്ന് പിന്നെ ഇതൊന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ സിസ്റ്റം മൊത്തത്തിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സമാനമായ ഒരു സംവിധാനം നമുക്ക് കുടുംബം എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഒരു കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് നമുക്ക് ആവശ്യമുണ്ട്. സിസ്റ്റത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ സിസ്റ്റം നന്നായി പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. എങ്ങനെയാണ് ഒരു സിസ്റ്റം നന്നായി പോകുന്നതെന്ന് ഉറപ്പുവരുത്തുന്നത്? എങ്ങനെയാണ്? അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്താണ്, അതിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റ് എന്താണ്, ആ പ്രൊഡക്റ്റ് നല്ലതാണോ എന്നത് നിരന്തരമായി പരിശോധിക്കുന്നതിലൂടെയാണ്, ഉറപ്പാക്കുന്നതിലൂടെയാണ് ഒരു സിസ്റ്റം നന്നായി പോകുന്നുവെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുക. ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഈ പിന്നെ വർക്ക്ഷോപ്പുകളിലൊക്കെ ഈ കാണാം, പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഒരു ആശാനൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ ഈ ആശാനോട് പറയും, അല്ലേ, ഈ സാധാരണ വർക്കേഴ്സിന് അത് ശരിയായി ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് ആശാനോട് പറയുന്നു. അപ്പോൾ ആശാൻ അത് നോക്കുന്നു. ആശാനെക്കൊണ്ടും ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവിടെ പുറത്തുനിന്ന് വിദഗ്ധരെ കൊണ്ടുവരും. നമുക്കറിയാം, നമ്മുടെ കുടുംബം എന്ന സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളെ മൂടിവെക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അതിന് പലപ്പോഴും ഇൻറ്റേർണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഫെയിലറോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗണോ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയോ ചെയ്യുന്നതിന് പകരം പലപ്പോഴും ഇങ്ങനെ ഒഴുകിപ്പോകാനോ അല്ലെങ്കിൽ അതൊക്കെ മൂടിവെക്കാനോ ആണ് ശ്രമിക്കുക. ഇനി അത് കൃത്യമായി മനസ്സിലാക്കിയാൽ പോലും ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു വിദഗ്ധനെ സമീപിക്കുന്നതിന് പലപ്പോഴും ആളുകൾക്ക് മടിയാണ് എന്നുള്ളതാണ് വസ്തുത. ഞാൻ പറഞ്ഞു വരുന്നത്, നിരന്തരമായി സിസ്റ്റത്തെ പിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അതിൻ്റെ ഔട്ട്പുട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്താ? നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങൾ, അവിടെ ഉണ്ടാവുന്ന സന്തോഷം, അവിടെ ഉണ്ടാവുന്ന സങ്കടം, അവിടെ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മൾ കൂടിച്ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു അവസ്ഥ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൻ്റെ ശൈലികൾ, നമ്മുടെ മക്കൾ നേടിയെടുക്കുന്ന നേട്ടങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പിന്നെ സിസ്റ്റം നന്നായിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ നമുക്കെന്ത് ചെയ്യാനുണ്ട്? അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർക്ക്ഷോപ്പിൽ ഒരു ബോൾ ബെയറിങ്ങിനാണ് പ്രശ്നമുണ്ടാകുന്നതെങ്കിൽ ആ ബോൾ ബെയറിങ് മാറ്റി വെച്ചിട്ട് കമ്പനി നടക്കട്ടെ എന്നൊരു ഉടമയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ല. കാരണം ഈ ബോൾ ബെയറിങ് പിന്നെ കൃത്യമായി അതിൻ്റെ തകരാറ് മാറ്റി അതിൽ ഫിറ്റ് ചെയ്യുന്നത് വരെ ഈ മെഷീൻ ഓഫായി അവിടെ നിൽക്കുകയാണ്, അതായത് വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു തകരാറുണ്ടാകുമ്പോൾ അത് അവൻ്റെ പ്രശ്നമാണ് എന്ന തരത്തിൽ നമ്മൾ മാറ്റി നിർത്താനാണ് ശ്രമിക്കുക. ഇവിടെയാണ് ഈ സിസ്റ്റത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ഓരോ നിമിഷവും കടന്നു പോകണമെന്നത്. ഇപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ
കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ അതിൽ നടക്കുന്ന പ്രോസസ്സിൽ വരുന്ന കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരുത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. ഞാൻ ഇത്തിരി വേഗത്തിൽ പോകാനാണ് ശ്രമിക്കുന്നത് സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. അപ്പം ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ മാതാപിതാക്കളും കുട്ടികളുമൊക്കെ മാത്രമടങ്ങുന്ന ഒരു സംവിധാനമല്ല ഫാമിലി എന്ന് പറയുന്ന ഒരു സിസ്റ്റം. മറിച്ച് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ അതിനെ സ്വാധീനിക്കുന്ന കൂട്ടുകാരുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവാം, സൊസൈറ്റി ഉണ്ടാവാം. ഇങ്ങനെ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ സിസ്റ്റം അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുക. നമ്മൾ പലപ്പോഴും ഞാനും എൻ്റെ മക്കളും എൻ്റെ ഫാമിലിയും അടങ്ങുന്ന ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പത്തിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പോവാറുണ്ട്. പക്ഷേ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ഇൻഡിപെൻഡൻസിനപ്പുറത്തേക്ക് അതിനെ ഇൻഡിപെൻഡൻസ്, നേരത്തെ പറഞ്ഞ കുട്ടി അല്ലെങ്കിൽ നമ്മളൊക്കെ എടുക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ, അതായത് എവിടെ വരെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്നറിയാതെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ സിസ്റ്റത്തെ മൊത്തത്തിലൊന്ന് കണ്ടാൽ, അതായത് നമ്മളും നമ്മുടെ പിന്നെ പേരൻസ്, കുട്ടികൾ ഒക്കെ അടങ്ങുന്ന സിസ്റ്റം, അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി അതിൻ്റെ സ്വാധീന ഘടകങ്ങളായി വരാവുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനം ഒക്കെ, സൊസൈറ്റി എല്ലാം കൂടെ കടന്നു വരുന്ന, അങ്ങനെ കാണുമ്പോൾ അതിൽ ഈ പറയുന്ന ഘടകങ്ങളൊക്കെയും ഇതിനെ സ്വാധീനിക്കുന്നു എന്നത് കൊണ്ട് ഈ ഇൻഡിപെൻഡൻസിൽ നിന്ന് ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസിലേക്ക് ഈ നമ്മുടെ കുട്ടികൾ വളരുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അത് വേറൊരു സംഗതിയാണ്, വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഇൻ്റർ ഡിപ്പെൻഡൻസിലേക്ക്, അതായത് പരസ്പരാശ്രിതമായ, ഞാൻ പറഞ്ഞു ആദ്യമേ ഒരു ഡിപ്പെൻഡൻസിൻ്റെ കാലഘട്ടം കടന്നു, അതിനുശേഷം ഒരു സ്വാതന്ത്ര്യം കിട്ടിത്തുടങ്ങി. പക്ഷേ സൊസൈറ്റിയുടെ ഭാഗമായി, ലോകത്തിൻ്റെ ഭാഗമായി വളർന്നു വലുതാകുന്നതിന് വേണ്ടി അവൻ എത്തേണ്ടുന്ന ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ട്, ഒരു പരസ്പരാശ്രിതമായ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ അതിലേക്ക് എത്തുന്നതിന് പകരം പുതിയ കാലത്ത് ഓരോരുത്തരും അതിലെത്തുന്നതിന് വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും സാധ്യതകളുമൊക്കെ കൂടിയ കാലത്തും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെയും ഈ അവനവനിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. നമുക്കറിയാമല്ലോ, ഈ കോവിഡ് കാലത്തിന് എൻ്റെ ഒപ്പം കടന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരും ഓൺലൈനിലായി. നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഓൺലൈനിലായി വരുന്നു എന്ന് പറഞ്ഞാൽ, കുട്ടികളും എല്ലാവരും ഓൺലൈനിലായപ്പോൾ കുട്ടികൾക്ക് മൊബൈലൊക്കെ നിർബന്ധമായും കൊടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കൂടുതൽ സമയവും കുട്ടികൾ മൊബൈലിൻ്റെയും അതുമായി ബന്ധപ്പെട്ട സംഗതികളുടെയും ഒക്കെ ഭാഗമായി കടന്നു പോകുമ്പോൾ അവരവരുടെ ലോകത്തേക്ക് ഈ ഇൻ്റർ ഡിപ്പെൻഡൻസിൻ്റെ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി എങ്ങനെ, ലോകവുമായി എങ്ങനെ ബന്ധപ്പെടണം എന്നുള്ള അറിവിൻ്റെ കുറവ് പലപ്പോഴും ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. നമുക്കറിയാം, നമ്മളിങ്ങനെ നിരന്തരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നെട്ടോട്ടം, നമ്മുടെ ജീവിതത്തിൻ്റെ നെട്ടോട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ താളമൊന്ന് നിലനിർത്തിയെടുക്കാൻ, പിന്നെ നമ്മളറിയാതെ തന്നെ ഈ താളമൊന്ന് നിലനിർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ഓടുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മനുഷ്യർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പൈസ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പിന്നെ വസ്ത്രമുണ്ടാക്കാൻ, പിന്നെ വീടുണ്ടാക്കാൻ, ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ നിരന്തരമായി കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ ആളുകളോട് നമ്മളൊന്ന് സ്വസ്ഥമായി, സ്വകാര്യമായി, ഒന്ന് സമാധാനത്തോടു കൂടി നമ്മളൊന്ന് ചോദിച്ചു നോക്കുക, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ പിന്നെ ജീവിതത്തിൻ്റെ സമാധാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ജീവിതം അവർക്ക് നൽകുന്ന ഫലത്തെക്കുറിച്ച്, ഒരു ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. സ്വസ്ഥമായി, സ്വകാര്യമായി ചോദിക്കുമ്പോൾ ആളുകളൊക്കെ പ്രശ്നത്തിലാണ് എന്ന് തോന്നി, എല്ലാവരും പ്രശ്നത്തിലാണോ എന്ന് തോന്നിത്തരുന്ന രീതിയിലാണ് പലപ്പോഴും പല ആളുകളുടെയും ഭാഗത്തു നിന്നുള്ള മറുപടികൾ വരിക. അതായത് ഈ ഓട്ടത്തിനിടയിൽ ലക്ഷ്യം മറന്നു പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ട് ലഭിക്കേണ്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സമാധാനപൂർണമായ ഒരു ജീവിതമാണ് എന്നൊരു ബോധ്യമുണ്ടാവണം. അതിൻ്റെ ഇടയ്ക്കുള്ള മൈൽ സ്റ്റോൺസ് മാത്രമാണ് അതിൽ അല്ലെങ്കിൽ ആ പ്രോസസ്സിലെ ചില ഘട്ടങ്ങൾ മാത്രമാണ് ജോലി, സമ്പത്തുണ്ടാവുക, വീടുണ്ടാവുക, വസ്ത്രമുണ്ടാവുക, ആരോഗ്യമുണ്ടാവുക, എൻ്റർടൈൻമെൻറ്റ്സ്, അല്ലെങ്കിൽ ബന്ധങ്ങൾ, ഇതൊക്കെയും ഇതിലെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘട്ടങ്ങളാണ്. പക്ഷേ പലപ്പോഴും ഈ ഓട്ടത്തിനിടയിൽ ലക്ഷ്യം മറന്നു പോകുന്നു എന്ന വല്ലാത്തൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമുക്കൊരു ചെറിയ കാര്യം പോലും, വളരെ ചെറിയൊരു കാര്യം പോലും ജീവിതത്തിൻ്റെ
താളം നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. വളരെ ചെറിയൊരു കാര്യം മതി ജീവിതത്തിന് താളം നഷ്ടപ്പെടും. പക്ഷെ മറുവശത്ത് വളരെ ചെറിയൊരു കാര്യം കൊണ്ട് പോലും ജീവിതത്തിൽ സന്തോഷപരമായി ജീവിക്കാൻ കഴിയും എന്ന ഒരു മറുവശവും കൂടെയുണ്ട്. അതായത് ഏതൊരു കാര്യം നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോഴും അതിൽ നിന്ന് സന്തോഷത്തിൻ്റെ ഒരു വിത്ത് കണ്ടെടുക്കാൻ കഴിയുന്നിടത്താണ് കുടുംബജീവിതത്തിൻ്റെയും അതിലൂടെ ഉണ്ടാകുന്ന സാമൂഹിക ജീവിതത്തിൻ്റെയും ഒക്കെ വിജയം, സന്തോഷം എന്നുള്ള സംഗതി നിലനിൽക്കുന്നത്. അപ്പോൾ ഈ താളം നിലനിർത്തുമ്പോഴാണ് ഫാമിലിയുടെ ലക്ഷ്യമായിട്ടുള്ള ഈ സമാധാനം എന്ന് പറയുന്ന സംഗതി നമുക്ക് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെയും ജീവിതത്തിൻ്റെയും താളക്രമങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ താളക്രമം നിലനിർത്തുന്ന രീതിയിലാണ് തൻ്റെ ജീവിതം എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമുണ്ട്. ലോകം മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ താളത്തിനനുസരിച്ചാണ് താൻ മുമ്പോട്ട് പോകുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമുണ്ട്. ഈ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഘട്ടങ്ങളായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഈ സ്വത്തുണ്ടാവുക, വീടുണ്ടാവുക, വലിയ ജോലി ഉണ്ടാവുക, അല്ലെങ്കിൽ വാഹനം ഉണ്ടാവുക, ഇങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇവയൊക്കെ നമ്മെ എത്തിക്കുന്നത് സമാധാനത്തിലാണ് എന്ന് ഉറപ്പുവരുത്തണം. പലപ്പോഴും ഇതിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ലക്ഷ്യം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് നോക്കിയാൽ നമുക്കറിയാം, ഇതൊക്കെയും വലിയ പ്രശ്നങ്ങളായി മാറിയിട്ട് എന്തിനാണോ ജീവിതമെന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ, അതായത് മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ജീവിതത്തിലേക്ക് ജോലിക്ക് വേണ്ടി ഇറങ്ങുന്ന ആളുകൾ, മക്കൾ ഉറങ്ങിയതിന് ശേഷം മാത്രം തിരിച്ചു വരുന്ന ആളുകൾ, ദീർഘകാലം വർഷങ്ങളോളം ഫാമിലിയുമായി ബന്ധം പോലുമില്ലാതെ ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മക്കളുടെ വളർച്ചയുടെ ശൈശവ ബാല്യ കൗമാരങ്ങളുടെ ആ രസങ്ങളൊന്നും കാണാൻ കഴിയാതെ പോകുന്നവർ, ഇവരോടൊക്കെ ചോദിച്ചാൽ ഇവരെല്ലാവരും ഈ താളം നിലനിർത്തുന്നതിന് ആവശ്യമായ നെട്ടോട്ടത്തിലാണ്, അല്ലേ? നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഫാമിലി എന്നുള്ള തരത്തിൽ ഫാമിലിയുടെ കൃത്യമായ ലക്ഷ്യം എന്താണ് എന്ന ബോധ്യമില്ലാതെ വരുമ്പോൾ ഇതിനൊക്കെ എന്ത് ഫലം എന്ന് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും ഉത്തരം കിട്ടാതെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓരോ ഘട്ടങ്ങളും, നമ്മളിവിടെ കടന്നു പോകുന്ന ഓരോ ഘട്ടങ്ങളും നമ്മളെ സമാധാനപൂർണമായ ജീവിതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ പ്രകൃതിയുടെ താളത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അത് കാണുന്നതിലേറെ നമ്മളൊന്ന് നല്ല മനസ്സോടുകൂടി അതിൻ്റെ ഭാഗമായാൽ നമുക്ക് അനുഭവിച്ചറിയാനാവും. നമുക്ക് നന്നായിട്ട് അനുഭവിച്ചറിയാനാവും. ഇത് സെയിമാണ്, കുടുംബത്തിൻ്റെ താളവും അങ്ങനെ തന്നെയാണ്. നമ്മളൊന്ന് ഒരു നല്ല മനസ്സോടുകൂടി, തുറന്ന മനസ്സോടുകൂടി നാം ഒന്ന് അതിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്ക് അത് നന്നായിട്ട് അനുഭവിച്ചറിയാനാകും. ഇപ്പം അവിടെ നമ്മുടെ റോൾ എന്താണ്, നമ്മൾ നിർവഹിക്കുന്ന റോൾ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാനുള്ള, നമ്മളതൊന്ന് ഒന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ ഓരോ മനുഷ്യരുടേതും. സമയം ഓക്കെ, നമുക്ക് ഓരോ മനുഷ്യർക്കും ഉള്ളത് ഈ ഒരു ഉത്തരവാദിത്വം. അപ്പോൾ അവിടെ നമ്മുടെ ഇപ്പോൾ നമുക്ക് ഉറപ്പാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സാന്നിധ്യം. ഇതിൻ്റെ പരിഹാര മാർഗങ്ങളിലേക്ക് ഒരുപാട് പോകാനുള്ള സമയമില്ല. പക്ഷേ നമുക്ക് ഇവിടെ ഉറപ്പാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബോധ്യത്തോടു കൂടി ഇത്തരം ഒരു താളക്രമം നിലനിൽക്കുന്ന ലോകത്ത് ആ താളക്രമം നമ്മുടെ കുടുംബത്തിലും നിലനിർത്തിക്കൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരുന്ന മക്കളുണ്ടാവുന്ന, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പര സ്നേഹത്തോടെ ജീവിക്കുന്ന ഇണകളുണ്ടാവുന്ന കുടുംബങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ സാന്നിധ്യം ആളുകൾ ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മളവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അത്തരം ഒരു പ്രതിസന്ധി വന്നപ്പോൾ, ഒരു പ്രശ്നം വന്നപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അസമാധാനത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മളവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ആളുകളൊക്കെ ആഗ്രഹിച്ചിരുന്നോ? പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അസാന്നിധ്യത്തിൽ അവർ നമ്മെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ടോ? ഈ ഒരു കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ നമ്മൾ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാനാവും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒരു ആമുഖം മാത്രം പറഞ്ഞു വെക്കാനേ ഇപ്പോൾ സമയമുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഈ സിസ്റ്റത്തെക്കുറിച്ചുള്ളൊരു ബോധ്യമുണ്ടാവുക, ആ സിസ്റ്റം നന്നായി, അതായത് കുടുംബം എന്ന സിസ്റ്റം, ആ സിസ്റ്റം
പിന്നെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സിൻ്റെ ഭാഗമായി നമ്മൾ ഓരോ നിമിഷവും പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘടകങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാവുക. അതിലൂടെ നമ്മൾ താളം ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ റിതം താളം നമ്മൾ നിലനിർത്തുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ഈ ഒരു താളം നിലനിർത്തുന്നിടത്ത് മനുഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ ചില ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലൂടെ ചില ഹോർമോണുകളിലൂടെയൊക്കെ നമ്മുടെ താളം ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ താളം നിലനിർത്തുന്നതിനുള്ള ചില സംവിധാനങ്ങൾ ഈ ലോകത്ത് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. സൃഷ്ടാവ് ഇവിടെ നമുക്ക് നിർണ്ണയിച്ച് തന്നിട്ടുണ്ട്. അതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡോപ്പമൈൻ നമ്മുടെ ആ ഒരു പ്രതീക്ഷയും നമ്മുടെ ഒരു ഊർജവും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന സംഗതിയാണ്. അത് സ്വാഭാവികമായി നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് ആരെങ്കിലും നമ്മളെന്ന് അഭിനന്ദിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊന്ന് സന്തോഷം പങ്കിടുമ്പോഴൊക്കെയാണ് ഡോപ്പമൈൻ്റെ അളവ് നമ്മളിലേക്ക് കൂടുതൽ ആയിട്ട് വരിക. അപ്പോൾ അത് നമ്മൾ എനർജി നിലനിർത്തുന്നതിന് പ്രധാന കാര്യമാണ്. ഞാൻ ഇതിനോട് കണക്ട് ചെയ്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് സ്വാഭാവികമായും കിട്ടേണ്ട ഒരു ഇടം എന്ന് പറയുന്നത് കുടുംബമാണ്. അപ്പോൾ കുടുംബം എന്ന സംവിധാനം അതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ പോകുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുമ്പോൾ അതിലെ ഓരോ അംഗങ്ങൾക്കും ഇത് സ്വാഭാവികമായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായി കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും ആളുകൾ അതിനെ കൃത്രിമമായി ലഭിക്കുന്ന അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തും. ഇപ്പോൾ കൃത്രിമമായി ലഭിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ലഹരി പോലെയുള്ള ഏതെങ്കിലുമൊക്കെ അഡിക്ഷൻ. ഇപ്പോൾ പുതിയ കാലത്ത് അഡിക്ഷനുകൾ പലതരത്തിലാണല്ലോ. ഏതെങ്കിലുമൊക്കെ അഡിക്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? അപ്പോൾ താൽക്കാലികമായി ഈ ഡോപ്പമിൻ്റെ അളവ് ഉയരുകയും അവൻ അല്ലെങ്കിൽ അവൾ സന്തോഷവാനാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കൃത്രിമമായി ഡോപ്പമിൻ ഉണ്ടാക്കാൻ നമ്മൾ നേടാൻ ശ്രമിക്കുമ്പോൾ ഓരോ തവണയും അതിൻ്റെ അളവ് നമ്മൾ കൂട്ടി എടുക്കേണ്ടി വരുന്നു. ഇവിടെ സംഭവിക്കുന്നത് ഇതിലൂടെ നമുക്ക് ലഭിക്കാവുന്ന സന്തോഷം എന്ന ഈ കൃത്രിമമായ സന്തോഷം എന്നത് ഒരു തരത്തിലും നമുക്ക് നിലനിർത്താൻ കഴിയാതെ വരികയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അതാണ് കാര്യം. ഇപ്പം നമുക്കറിയാം, ഇപ്പം മെലാറ്റോണിനെ കുറിച്ച് നമുക്കറിയാം, ഒരു റിപ്പയറിങ് നടത്തുന്ന ഒരു ഹോർമോണാണ് അല്ലേ. രാത്രി നമുക്ക് ഏതാണ്ട് സന്ധ്യ മയങ്ങുന്നതോടുകൂടി നമ്മളിൽ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരികയും ഒരു 10-10:30 അത് അതിൻ്റെ പീക്കിലെത്തുകയും ഒരു 3-3:30 അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. അപ്പോൾ ഈ മെലാറ്റോണിൻ യഥാർത്ഥത്തിൽ നടത്തുന്നത് പകലന്തിയോളം പണിയെടുത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ക്ഷീണിതരായ നമ്മുടെ അവയവങ്ങൾക്ക് ഒരു റിപ്പയറിങ്ങും നല്ല ഉറക്കവുമൊക്കെ തരുന്ന ഹോർമോണാണ്. ഇപ്പറഞ്ഞ 10-10:30 എന്ന് പറയുന്ന സമയത്ത് നമ്മളിൽ അത് നന്നായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് ഉറക്കം വരുന്നത്. പക്ഷെ നമ്മൾ മൊബൈലിൻ്റെയോ ടി വിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സംഗതികളുടെ പിന്നാലെ ഈ രാത്രി ജീവിതത്തിൻ്റെ പുതിയ ആനന്ദങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ കൃത്രിമമായി നമ്മളതിനെ ഓവർകം ചെയ്യുന്നു. കുറേ സമയം കഴിഞ്ഞ് പിന്നെയും 12-12:30 നമുക്ക് ഉറക്കം വരും. അത് പോളകൾക്ക് കനം തൂങ്ങിയിട്ട് ഉറക്കം വരുന്ന, അത് മെലാറ്റോണിൻ്റെ പ്രവർത്തനം കൊണ്ട് ഉറക്കം വരുന്നതല്ല. അപ്പോൾ ഈ മൊബൈലിലെ ഈ വെളിച്ചവും അതോടൊപ്പം തന്നെ വൈകിയുള്ള ഉറക്കവും മെലാറ്റോണിൻ്റെ അളവിനെ നമുക്ക് നഷ്ടപ്പെടുത്തുകയും നമുക്ക് റിപ്പയറിങ് നടക്കേണ്ടുന്ന സമയത്ത് നമ്മൾ അതിനുവേണ്ടി ശരീരത്തെ നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര റിപ്പയറിങ് നടക്കാതെ വരികയും ചെയ്യുമ്പോൾ പിറ്റേ ദിവസം നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലമായി ഉണരേണ്ടുന്ന പിറ്റേ ദിവസം അതിനേക്കാൾ മോശമായ ഒരവസ്ഥയിലേക്ക് പോവുകയും, പുതിയ കാലം നമുക്കറിയാം രാത്രി വെളുക്കോളം ഒരുപക്ഷേ പല കുട്ടികളും ഇപ്പറഞ്ഞ ഈ അളവ് ഈ ഡോപ്പമൈൻ മെലാറ്റോണിൻ്റെ ഒക്കെ അതിൻ്റെ ആ സമയം പീക്ക് ടൈം അവസാനിക്കുന്ന സമയത്ത് 3 മണിക്കും 3:30 ഒക്കെയാണ് പല കുട്ടികളും ഉറക്കത്തിലേക്ക് പോകുന്നത്. അത് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും അങ്ങനെ ആയിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളം നമ്മളറിയാതെ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പം ഈ ഒരു ബോധ്യമുണ്ടാവുക, ഞാൻ ഈ ഒരു റിതം ഓഫ് ലൈഫ് എന്ന ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആളുകൾ ഈ ഒരു ബോധ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. ഇത് ഈ പറഞ്ഞ വലിയ ബ്രഹ്മാണ്ഡ കടാഹത്തിലെ ഈ വലിയൊരു സംവിധാനത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്ന എനിക്ക് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു മനസ്സോടുകൂടി ജീവിച്ചുകൊണ്ട് അവിടെ
എനിക്ക് ഞാൻ ഈ താളക്രമം നിലനിർത്തുന്ന ഒരു നല്ല മനുഷ്യനായി ഞാൻ ജീവിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി ജീവിക്കുകയും അതിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി പിന്നെ വർത്തമാനങ്ങളൊക്കെ നിർത്തിയിട്ട്, അതാണ് ഒരു കാര്യം. ഇപ്പം ഇവിടെ ഞാൻ പറയുന്ന വർത്തമാനമല്ല, മറിച്ച് നമ്മുടെ മക്കളെയും പിന്നെ നമ്മോട് ചേർന്ന് നിൽക്കുന്നവരെയും ഒക്കെ നമ്മൾ നിരന്തരമായി ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ. ഈ ഉപദേശങ്ങൾക്കപ്പുറത്ത് പിന്നെ മാതൃകകൾ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് അവരെ ഈ ലോകക്രമത്തിൻ്റെ ഭാഗമാക്കി വളർത്തിയെടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. ഈ ഒരു പിന്നെ ബോധ്യത്തോടു കൂടി വളരുമ്പോൾ അതിന് ചുവടുകൾ വയ്ക്കുവാനുള്ള ഉത്തരവാദിത്വം എൻ്റേതാണ്, ഐ ആം റെസ്പോൺസിബിൾ എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങുക എന്നതാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു മിനിമം പ്രസൻറ്റേഷനിൽ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടത് വളരെ വിശാലമായി നന്നായി ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. എന്തായാലും പിന്നെ നമുക്ക് കുറച്ച് സമയം അത് ചർച്ച ചെയ്യാവുന്നതാണ്. എന്തായാലും വളരെ സന്തോഷം. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി.